Module 4 നമ്മൾ ഓൾറെഡി ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് മെക്കോളേസ് മെത്തേഡ് വെച്ചിട്ട് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ മോഡ്യൂൾ ഈസ് എനർജി മെത്തേഡ്സ് ഓർ സ്ട്രെയിൻ എനർജി മെത്തേഡ്സ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിൻ എനർജി മെത്തേഡ്സ് എന്താണെന്നുള്ളതാണ്. ഇതിൻ്റെ ബേസിക് ഡെഫിനിഷൻസ് എന്താണ് സ്ട്രെയിൻ എനർജി, അത് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് എങ്ങനെ ആക്സിയൽ ലോഡ് വരുമ്പോൾ അല്ലെങ്കിൽ ബെൻഡിങ് വരുമ്പോൾ ടോർഷൻ വരുമ്പോൾ ഒക്കെ എങ്ങനെ സ്ട്രെയിൻ എനർജി മെത്തേഡ്സ് വെച്ചിട്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഡിഫ്ലക്ഷനൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് in this section we shall consider the entire body or structural member or machine element along with the forces acting on it. അപ്പോൾ ഇതുവരെ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് ഈ സ്ട്രെയിൻ എനർജി മെത്തേഡായിട്ടുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ട്രെസ് അറ്റ് എ പോയിൻറ്റ്, ഏതെങ്കിലും ഒരു പോയിന്റിൽ ബേസ് ചെയ്തിട്ട് അവിടുത്തെ സ്ട്രെസ്സ് അല്ലെങ്കിൽ സ്ട്രെയിൻ അറ്റ് എ പോയിൻറ്റ്, അങ്ങനെ ബോഡീൻ്റെ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ പാർട്ട് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ആവറേജ് സ്ട്രെസ്സും ആവറേജ് സ്ട്രെയിനും ഒക്കെ കണ്ടുപിടിച്ചത്. ബട്ട് ഇൻ സ്ട്രെയിൻ എനർജി മെത്തേഡ്സിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ അലോങ് വിത്ത് ദ വേരിയസ് ഫോഴ്സസ്, എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്, ഇതുപോലെ കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് ബോഡിയും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും നമ്മൾ കൺസിഡർ ചെയ്യും. Then when the body deforms under the action of an externally applied forces, the work done by these forces is stored as strain energy inside the body. ഇതാണ് ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, which can be recovered when the latter is in elastic nature. ഓക്കെ, സോ നമ്മൾ ഇതുപോലെ ഒരു ഒബ്ജക്റ്റിൽ ലോഡ് കൊടുക്കുമ്പം ഈ അല്ലെങ്കിൽ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ഈ ഫോഴ്സ് എന്ത് ചെയ്യും, ഈ ബോഡീൻ്റെ മുകളിൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഈ ബോഡിക്ക് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡീഫോർമേഷൻ ഉണ്ടാവും, ഇതിൻ്റെ ഷേപ്പിനൊക്കെ ചേഞ്ച് ഉണ്ടാവും. സോ ആ ഡീഫോർമേഷൻ ഉണ്ടാവുന്നതുകൊണ്ട് ഫോഴ്സ് ഇൻറ്റു ഡീഫോർമേഷൻ ആണ് വർക്ക് ഡൺ. ദാറ്റ് മീൻസ് ഈ ഫോഴ്സ് ഈ ബോഡിയിൽ ഒരു വർക്ക് അപ്ലൈ ചെയ്യും, ആ വർക്ക് ഈ ബോഡീൻ്റെ ഉള്ളിൽ ഒരു എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്യുന്ന എനർജീനെയാണ് സ്ട്രെയിൻ എനർജി എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ ബോഡി ഇലാസ്റ്റിക് ആണെങ്കിൽ, അതായത് നമ്മൾ ലോഡ് ചെയ്യുന്നത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഈ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിൻ്റെ ഉള്ളിൽ വരെ മാത്രമേ നമ്മൾ ലോഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജീനെ പിന്നെ റിക്കവർ ചെയ്യാൻ പറ്റും. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ വെൻ ദ ബോഡി ഡിഫോംസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ആൻ എക്സ്റ്റേണലി അപ്ലൈഡ് ഫോഴ്സസ്, the work done by this force. ഇപ്പോൾ ഡീഫോർമേഷൻ ഉണ്ടെങ്കിൽ വർക്ക് ഡൺ ഉണ്ട്. വർക്ക് ഡൺ മീൻസ് ഫോഴ്സ് ഇൻറ്റു ഡീഫോർമേഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ബോഡിക്ക് ഡിസ്പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ ഡീഫോർമേഷനോ ചേഞ്ച് ഇൻ ഷേപ്പൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വർക്ക് ഡൺ ഉണ്ട്. ഈ വർക്ക് ഡൺ, the work done by these forces is stored as strain energy inside the body. ഇത് സ്റ്റോർ ചെയ്യുന്നത് ഒരു എനർജി ആയിട്ടാണ്, എനർജി ആയിട്ട് ഇതിനുള്ളിൽ സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്യുന്ന എനർജി അതിനെയാണ് സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. അതായത് ഡീഫോർമേഷൻ, ബോഡിക്ക് ഡീഫോർമേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് ഡീഫോർമേഷൻ ഉണ്ടാവുക മീൻസ് അതിൽ സ്ട്രെയിൻ ഉണ്ടാവും. സ്ട്രെയിൻ ഉള്ളതുകൊണ്ടാണ് ഡീഫോർമേഷൻ മീൻസ് സ്ട്രെയിൻ ഉണ്ടാവും. സോ സ്ട്രെയിൻ ഉണ്ടാവുന്നതിനെ കൊണ്ട്, സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന എനർജി ആയതുകൊണ്ട്, ഈ എനർജീനെ കൊണ്ട് സ്ട്രെയിൻ ഉണ്ടാവുന്നതുകൊണ്ട് ഇതിനെ സ്ട്രെയിൻ എനർജി എന്ന് വിളിക്കുന്നു. ദെൻ ഈ എനർജീനെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും ഇഫ് ദ ബോഡി ഈസ് ലോഡഡ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. The strain energy of a member is the increase in internal energy associated with the deformation of the member. ആ എത്രയാണോ എനർജി അതിൽ സ്റ്റോർ ചെയ്തത് അതിനെയാണ് സ്ട്രെയിൻ എനർജി എന്നുള്ള ടേം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുക, ടേമിനെ കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. The strain energy equal to the work done by a slowly increasing load applied to the member. സോ ഇപ്പോൾ നമുക്കറിയാം ഈ ബോഡിയിൽ ഒരു ലോഡ് കൊടുക്കുന്നതിനെ കൊണ്ടാണ്, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തു, ആ ലോഡിനെ കൊണ്ടാണ് ഇതിന് ഡീഫോർമേഷൻ ഉണ്ടായത്, ചേഞ്ച് ഇൻ ഷേപ്പ് ഉണ്ടായത്. ആ ചേഞ്ച് ഇൻ ഷേപ്പിനെ കൊണ്ടാണ് ഇതിൽ എനർജി സ്റ്റോർ ചെയ്തത്. സോ ദിസ് എനർജി ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ്. സോ സ്ട്രെയിൻ എനർജി നമ്മൾ മെഷർ ചെയ്യുന്നത് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡണ്ണിനെ കൊണ്ടാണ്. ആ വർക്ക് ഡൺ ആണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് ദർ ഈസ് നോ അതർ ലോസ്. ഇവിടെ ഹീറ്റ് ലോസോ അല്ലെങ്കിൽ ഫ്രിക്ഷൻ ലോസോ ഒന്നും, അങ്ങനത്തെ ലോസസ് ഒന്നും ഇല്ല എന്നുള്ളൊരു അസംഷനിലാണ്. ഇവിടെ എത്രയാണോ ഫോഴ്സ് കൊടുക്കുന്നത് ആ ഫോഴ്സ് ഒരു ഡീഫോർമേഷൻ ഉണ്ടാവും. സോ ആ ഡീഫോർമേഷൻ മൂലം ഉണ്ടാകുന്ന ആ ഡീഫോർമേഷൻ ഉണ്ടാക്കാൻ ആവശ്യമായ വർക്ക് ഡൺ, ആ വർക്ക് ഡൺ ഈസ് കംപ്ലീറ്റ്ലി സ്റ്റോർഡ് ആസ് സ്ട്രെയിൻ എനർജി. വി ആർ അസ്യൂമിങ് ദർ ഈസ് നോ ഹീറ്റ് ലോസ്, ഫ്രിക്ഷൻ ലോസ് എക്സെട്ര.
ദ സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി. നെക്സ്റ്റ് ഒരു ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി ആണ്. സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ദ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം. ഇതും നമുക്ക് ഇടയ്ക്ക് ആവശ്യം വരും, അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്ട്രെയിൻ എനർജി ഡെൻസിറ്റി ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെസിലിയൻസ്. റെസിലിയൻസ് ഈസ് ഡിഫൈൻഡ് ആസ് സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം and this is equal to the area under the stress strain diagram of the material. നമുക്കത് ആ ടേം വരുമ്പം കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, so when the load is applied on a body, the body is deformed. That is, work is done by the applied load. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ബോഡി ഡിഫോം ചെയ്യും. ആ ഡിഫോമേഷൻ ഉണ്ടാവാൻ കാരണം ഈ ഫോഴ്സ് കൊടുക്കുന്ന വർക്കിനെ കൊണ്ടാണ്. This work is actually absorbed by the body as energy. When the load is removed, the body regains its original shape and size by utilizing the stored energy. In the case of a perfectly elastic material. Elastic material ആണെങ്കിൽ നമ്മൾ ഈ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി തിരിച്ച് അതിൻ്റെ ഇനീഷ്യൽ സൈസും ഷേപ്പിലേക്ക് തിരിച്ചു വരും. ബിക്കോസ് ഇത് ഇനീഷ്യൽ ഷേപ്പിലേക്കും സൈസിലേക്കും തിരിച്ചു വരുന്നത് ഇതിൽ സ്റ്റോർ ചെയ്ത എനർജി യൂസ് ചെയ്തിട്ടാണ്. അതിനെയാണ് ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി എന്ന ടേം കൊണ്ട് വിളിക്കുന്നത്. When the body is strained from initial unstrained condition to the final strain condition, the amount of work done on it is known as the total strain energy. ഒരു ഇനീഷ്യലി ഒരു ബോഡി ഉണ്ട്, അത് സ്ട്രെയിൻ, അതിൽ ഡിഫോർമേഷനൊന്നും സംഭവിച്ചില്ല, അതിൽ നമ്മൾ ഫോഴ്സ് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് കൊടുത്ത് അത് ഫൈനലി ഒരു ഡിഫറെൻറ്റ് ഷേപ്പായി മാറി. ദെൻ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി സ്റ്റോർഡ് or the total amount of work done is equal to the total strain energy. എത്രയാണോ ഈ ഓരോ ഫോഴ്സിനെ കൊണ്ട് ഇനീഷ്യൽ കണ്ടീഷനിൽ നിന്ന് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്ന ആവശ്യമായ എത്ര വർക്കാണോ ചെയ്തത് അതിനായിരിക്കും ടോട്ടൽ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളൊരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരച്ചു. ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. ദ ടോട്ടൽ സ്ട്രെയിൻ എനർജി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഷെയ്ഡഡ് ഏരിയ ഇൻ ദ ഫിഗർ. സോ സപ്പോസ് ഇവിടം വരെയാണ് ഇതിൻ്റെ ഡിഫോർമേഷൻ, നമ്മൾ സ്ട്രെയിൻ ഇവിടം വരെയുള്ള സ്ട്രെയിൻ ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഈ ബോഡി ഇനീഷ്യലി ഇവിടെയായിരുന്നു, അൺസ്ട്രെയിൻ കണ്ടീഷനാണ്. അതിനെ നമ്മൾ ലോഡ് കൊടുത്തു, അല്ലെങ്കിൽ സ്ട്രെസ്, ലോഡ് മീൻസ് ഫോഴ്സ് ബൈ ഏരിയ, സ്ട്രെസ് കൊടുത്തു, അതിന് ഡിഫോർമേഷൻ ഉണ്ടായി. സോ ഇത്രയാണ് അതിന് ടോട്ടൽ സ്ട്രെയിൻ ഉണ്ടായത്. ഈ ഒരു പോയിന്റ് വരെയാണ് ടോട്ടൽ സ്ട്രെയിൻ ഉണ്ടായതെങ്കിൽ ഈ ഏരിയ ആണ് ടോട്ടൽ സ്ട്രെയിൻ എനർജീനെ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വൺസ് ദ ബോഡി ഈസ് unloaded, only a part of this energy is recovered, and this is known as elastic strain energy, the hatched area of the figure. Okay, so നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സപ്പോസ് ഇതാണ് ഇതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരച്ചപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബോഡീനെ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ടും പിന്നെയും ലോഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെയും സ്ട്രെയിൻ വരുന്നുണ്ട്. സോ ഇത്രയും സ്ട്രെയിൻ ഈ പോർഷൻ അതിന് പെർഫെക്റ്റായിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക് റീജിയനിൽ വരുന്നതാണ്. അതായത് അത്രയും സ്ട്രെയിന് അതിൽ പെർമനൻ്റായിട്ട് ആ ബോഡിക്ക് ഷേപ്പ് മാറിക്കഴിഞ്ഞു. ഓക്കെ, സോ ഈ ഒരു എനർജീനെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഇത്രയും എനർജി മാത്രമേ ഇലാസ്റ്റിക് റീജിയനിൽ വരുന്നുള്ളൂ. ഇതെന്ത് ചെയ്യും, ഈ എനർജി യൂസ് ചെയ്തിട്ട് ബോഡീൻ്റെ ഇനീഷ്യൽ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ ബോഡി ട്രൈ ചെയ്യും. സോ ഈ എനർജീനെയാണ് ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി എന്ന് വിളിക്കുന്നത്. ഇത് പെർമനൻ്റ് ആയിട്ട് ആ ബോഡിക്ക് ഉണ്ടായ ഡിഫോർമേഷനാണ്. ഇത് പ്ലാസ്റ്റിക് റീജിയനിലാണ്. സോ ഇത് രണ്ടും കൂടി, ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജിയും പ്ലാസ്റ്റിക് സ്ട്രെയിൻ എനർജി, ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് ടോട്ടൽ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. സോ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയ പോർഷൻ, എനർജി മീൻസ് ഇത്രയും എമൗണ്ട് നമുക്ക് ഈ ഹാച്ച് ചെയ്ത പോർഷൻ മാത്രമേ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ബോഡിയിൽ പെർമനൻ്റ് ആയിട്ട് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആയിപ്പോയി. ഇതിനെ നമുക്ക് റിക്കവർ ചെയ്ത് ബോഡീനെ ഇനീഷ്യൽ കണ്ടീഷനിലേക്ക് എത്തിക്കാൻ പറ്റില്ല ഈ എനർജി യൂസ് ചെയ്തിട്ട്. സോ ഫോർ എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് മെറ്റീരിയൽ, ടോട്ടൽ സ്ട്രെയിൻ എനർജി ആൻഡ് ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി ആർ ഈക്വൽ. സോ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അതിനെ നമുക്ക് ഈ ടോട്ടൽ സ്ട്രെയിൻ എനർജിയും ഇതുതന്നെയായിരിക്കും അതിൻ്റെ ടോട്ടൽ സ്ട്രെയിൻ എനർജി, ഇലാസ്റ്റിക് ലിമിറ്റ് വരെയുള്ള അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. സോ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജിയും ടോട്ടൽ സ്ട്രെയിൻ എനർജിയും സെയിം ആയിരിക്കും ഫോർ എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഓക്കെ, സോ ഇനി നമുക്ക് ഒന്നുകൂടി നമ്മളിവിടെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിന് പകരം ലോഡ് ഡിഫോർമേഷൻ ഡയഗ്രാമാണ് കണ്ടുപിടിച്ചത്. സോ ലോഡ് ബൈ ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ സ്ട്രെസ്സിന് പകരം ഇവിടെ ലോഡാണ് വേരിയബിൾ. അതേമാതിരി ഡിഫോർമേഷൻ മീൻസ് ആക്ച്വലി സ്ട്രെയിൻ ആണ്.
ചേഞ്ച് ഇൻ ഡയമെൻഷൻ, ചേഞ്ച് ഇൻ ഡിഫോർമേഷൻ ബൈ ഒറിജിനൽ ലെങ്ത് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സോ ഇവിടുത്തെ വേരിയബിൾ ഡിഫോർമേഷൻ ആണ്. സോ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിന് പകരം നമുക്ക് സെയിം ഷേപ്പുള്ള ഡയഗ്രം, ലോഡ് ഡിഫോർമേഷൻ ഡയഗ്രം വരച്ചാലും സെയിം ഷേപ്പ് തന്നെയായിരിക്കും കിട്ടുക. രണ്ടിലെയും വേരിയബിൾ, ഇവിടെ വേരിയബിൾ ലോഡാണ്. സോ ലോഡ് ഈ ആക്സിസ്, സ്ട്രെസ്സിന് പകരം ലോഡ് ആക്സിസ് ആക്കി എടുത്തു. ഇവിടെ വേരിയബിൾ ഡിഫോർമേഷൻ ആണ്, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആണ്. സോ സ്ട്രെയിനിന് പകരം ആ ആക്സിസ് എടുത്തു. ഇനീഷ്യൽ ലെങ്ത്തും ഒറിജിനൽ ലെങ്ത് ആൻഡ് ഏരിയ കോൺസ്റ്റൻസ് ആണ്. സോ നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം വരയ്ക്കുന്നതിന് പകരം ലോഡ് ഡിഫോർമേഷൻ ഡയഗ്രം വരച്ചാലും സെയിം ഷേപ്പാണ് കിട്ടും. സോ ഞാനിവിടെ ഒരു ലോഡ് ഡിഫോർമേഷൻ ഡയഗ്രം വരച്ചു. സോ ഫിഗർ ഷോസ് ദ ലോഡ് ഡിഫോർമേഷൻ ഡയഗ്രംസ് ഓഫ് എ ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആൻഡ് എ നോൺ ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഈ ഡയഗ്രം സ്ട്രെയിറ്റ് ലൈൻ ആണ്. ദാറ്റ് ഈസ് ലോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫോർമേഷൻ ആണ്. അപ്പോൾ ഇതാണ് ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. ഇതിൽ ലീനിയർ അല്ല, ഒരു പരാബോളിക്കോ വേറെ ഏതെങ്കിലും ഒരു കർവ് ഷേപ്പിലാണ് ലോഡും ഡിഫോർമേഷനും വേരി ചെയ്യുന്നത്. സോ ഇത് നോൺ ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. സോ രണ്ട് ഡയഗ്രം സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു എന്നുള്ളൂ. ദെൻ ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ് ആൻഡ് ദ ഡിഫോർമേഷൻ ആക്സിസ് ഈസ് ദ സ്ട്രെയിൻ എനർജി. ഈ പോർഷൻ, അതായത് ഈ ഗ്രാഫും നമ്മളെ ഷേപ്പ് ഓഫ് ദി ഗ്രാഫും ഡിഫോർമേഷൻ ആക്സിസും എക്സ് ആക്സിസും തമ്മിലുണ്ടാക്കുന്ന ഈ ഏരിയനെയാണ് നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് വിളിക്കുന്നത്. അതായത് സ്ട്രെയിൻ എനർജി മീൻസ് നത്തിങ് ബട്ട് വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ മീൻസ് ലോഡ് ഇൻറ്റു ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിഫോർമേഷൻ ആണ്. സോ ഈ ഏരിയ മീൻസ് ഫോഴ്സ് ഇൻറ്റു ഡിഫോർമേഷൻ ആണ്. ഓക്കെ, എക്സ് ആക്സിസ് ഇൻറ്റു വൈ ആക്സിസ് ചെയ്താൽ ആ ഏരിയ കിട്ടും. സോ ഏരിയ അണ്ടർ ദ ലോഡ് ഡിഫോർമേഷൻ ഡയഗ്രാം വിൽ ഗിവ് സ്ട്രെയിൻ എനർജി. ദെൻ ഈ എക്സ് ആക്സിസിൻ്റെ ഇടയിലുള്ള ഈ ഷെയ്ഡഡ് ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സ്ട്രെയിൻ എനർജി എന്ന് വിളിക്കുന്നത്. ഈ ആക്സിസിലായാലും ഇതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് വിളിക്കുന്നത്. ദെൻ ഇഫ് യു മെഷർ ദിസ് ഏരിയ, ഈ ആക്സിസ് ലോഡ് ആക്സിസും ഈ ഡയഗ്രാം തമ്മിലുള്ള ഈ ഇൻഡു മാർക്ക് കാണിച്ച ഈ ഏരിയ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കോംപ്ലിമെൻ്ററി സ്ട്രെയിൻ എനർജി എന്ന് വിളിക്കുന്നത്, യു സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ഈ പോർഷൻ, ദ ഏരിയ ബിറ്റ്വീൻ ദ വൈ ആക്സിസ്, ഈ വൈ ആക്സിസും ദ ഗ്രാഫും തമ്മിലുണ്ടാക്കുന്ന ഈ ഏരിയനെയാണ് കോംപ്ലിമെൻ്ററി സ്ട്രെയിൻ എനർജി എന്ന് ടേമിനെ കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ദിസ് ഡിഫോർമേഷനും ഗ്രാഫും തമ്മിലുണ്ടാക്കുന്നതിന് സ്ട്രെയിൻ എനർജി എന്ന് വിളിക്കും. ദെൻ ഈ വൈ ആക്സിസും ഗ്രാഫും തമ്മിലുണ്ടാക്കുന്ന പോർഷൻ ഏരിയനെ കോംപ്ലിമെൻ്ററി സ്ട്രെയിൻ എനർജി എന്നും നമ്മൾ പേരിട്ട് വിളിക്കും. ദെൻ ഇത് നമ്മളൊരു ലീനിയർ മെറ്റീരിയൽ ആണെങ്കിൽ, സപ്പോസ് ദ മെറ്റീരിയൽ ഈസ് എ ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ, ഇത് ഈ പാറ്റേണിലാണ് ഗ്രാഫ് ചേഞ്ച് ആവുന്നതെങ്കിൽ ഈ യുവും യു സ്റ്റാറും സെയിം ആയിരിക്കും. യു വിൽ ബി ഈക്വൽ ടു യു സ്റ്റാർ ഫോർ എ പെർഫെക്റ്റ്ലി ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഈ കേസിലാണെങ്കിൽ ഇത് രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും, യുയും യു സ്റ്റാറും ഡിഫറൻ്റ് ആയിരിക്കും. സോ ഈ രണ്ട് ടേംസും ഒന്ന് ഓർമ്മിച്ച് വെക്കുക, വാട്ട് ഈസ് സ്ട്രെയിൻ എനർജി ആൻഡ് വാട്ട് ഈസ് കോംപ്ലിമെൻ്ററി സ്ട്രെയിൻ എനർജി. ഓക്കെ, ഇനി നമുക്ക് സ്ട്രെയിൻ എനർജീൻ്റെ ഡിഫറെൻ്റ് എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കണം. സോ ആദ്യം നമ്മൾ എക്സ്റ്റേണൽ വർക്ക് ആൻഡ് സ്ട്രെയിൻ എനർജി, വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്. ആദ്യം വർക്ക് ഡൺ കണ്ടുപിടിക്കും. വർക്ക് ഡൺ തന്നെയായിരിക്കും സ്ട്രെയിൻ എനർജി ആയിട്ട് ആ മെറ്റീരിയലിൽ സ്റ്റോർ ചെയ്യുന്നത്. സോ വർക്ക് ഡൺ കണ്ടുപിടിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്ട്രെയിൻ എനർജി കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ ഒരു ഫോഴ്സിനെ കൊണ്ട്, ഒരു ആക്സിയൽ ഫോഴ്സിനെ കൊണ്ടുണ്ടാകുന്ന വർക്ക് ഡൺ ആണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഒരു യൂണിഫോം റോഡ് സബ്ജക്റ്റഡ് ടു എ സ്ലോലി ഇൻക്രീസിങ് ലോഡ്. എല്ലാം നമ്മൾ സ്ലോലി ഇൻക്രീസിങ് ലോഡാണ്. 3 ടൈപ്പ് ലോഡാണ് ജനറലി വരിക. ഒന്ന് സ്ലോലി ഗ്രാജുവലി ഇൻക്രീസിങ് ലോഡ്, ദെൻ സഡൻ ലോഡ്, തേർഡ് ഇമ്പാക്റ്റ് ലോഡ്. ഇതിൽ നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നത് ഒരു സ്ലോലി ഗ്രാജുവലി ഇൻക്രീസിങ് ലോഡാണ്. അതായത് ലോഡ് ആദ്യം ഇനീഷ്യലി 0 ആയിരുന്നു, 0 എന്ന് ഇൻക്രീസ് ചെയ്ത് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഫൈനൽ വാല്യൂ പി എന്നാണ് കൊടുത്തിട്ട് ഇൻക്രീസ് ചെയ്ത് ഫൈനലി പി എത്തും. ഇങ്ങനെയാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് ഡൺ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഒരു യൂണിഫോം റോഡ് കൺസിഡർ ചെയ്തു. അതിൽ ഇനീഷ്യലി ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. പിന്നെ ലോഡ് നമ്മൾ 0 എന്ന് ഇൻക്രീസ് ചെയ്ത് ഫൈനലി പി ആക്കി. ദെൻ അതിന് ഡിഫോർമേഷൻ എക്സ് ആണ്, അതിനുണ്ടാകുന്ന ചേഞ്ച് ഇൻ ഡിഫോർമേഷൻ. ഇനീഷ്യൽ ലെങ്ത് എൽ ആയിരുന്നു, ഇനീഷ്യൽ ഏരിയ എ ആയിരുന്നു. ഓക്കെ, ദെൻ ദ ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ ആൻ എമൗണ്ട് എക്സ്. ഓക്കെ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്ത റോഡ്. സോ ദ എലമെൻ്ററി വർക്ക് ഡൺ by the load P as the rod elongates by a small dx is du into p dx. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ചു, പിയും എക്സും തമ്മിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിയെന്ന് വെച്ചാൽ ലോഡ് ഡിഫോർമേഷൻ ഗ്രാഫ് അല്ലെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഇങ്ങനെയാണ്. ഈ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം ഇങ്ങനെയാണെന്ന് വെച്ചു. അപ്പോൾ ഇതിൽ ഞാൻ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്തു, ഒരു സ്മോൾ ലെങ്ത് ഉള്ള എലമെൻ്റൽ ലെങ്ത് എടുത്തു. അതിൻ്റെ ലെങ്ത് dx ആണ്. ടോട്ടൽ ഡിഫോർമേഷൻ എക്സ് ആണ്. അതിൻ്റെ ഇടയിൽ 0 to
ഇപ്പോൾ ഇവിടെയാണെങ്കിൽ x1 ഫൈനൽ x1 വരെയാണ് ഡിഫോർമേഷൻ ഉള്ളത്. അതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ എലമെൻറ്റ് കൺസിഡർ ചെയ്തു ഹാവിങ് ലെങ്ത് dx. ദെൻ ഈ എലമെൻ്റൽ ഏരിയൻ്റെ സ്ട്രെയിൻ എനർജി, ഇത്രയും സ്ട്രെയിൻ എനർജി, ദ എനർജി സ്റ്റോർഡ് ഡ്യൂ ടു ദിസ് സ്മോൾ ഡിഫോർമേഷൻ dx, ഇത്രയും ഡിഫോർമേഷനെ കൊണ്ടുണ്ടായ സ്ട്രെയിൻ എനർജി മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഫോഴ്സ് ഇൻ ടു ദാറ്റ് മച്ച് ഡിഫോർമേഷൻ. വർക്ക് ഡൺ മീൻസ് ഫോഴ്സ് ഇൻ ടു ഡിഫോർമേഷൻ ആണ്, പി ഇൻറ്റു ഡി എക്സ് ആണ്. ഇതൊരു എലമെൻ്ററി ലെങ്ത് ആയതുകൊണ്ട് ഞാൻ അതിനെ ഡി യു എന്ന് പേര് വിളിച്ചു, അല്ലെങ്കിൽ ഇതിനെ എലമെൻ്ററി വർക്ക് എന്ന് പേര് കൊടുത്തു. സോ ദ എലമെൻ്ററി വർക്ക് ഡൺ ബൈ ദ ലോഡ് പി ആസ് ദ റോഡ് ഇലോങ്ങേറ്റ്സ് ബൈ എ സ്മോൾ ഡി എക്സ്. നമ്മൾ ടോട്ടൽ ഡിഫോർമേഷൻ അല്ല കൺസിഡർ ചെയ്ത്, ഒരു ചെറിയ സ്മോൾ ഡിഫോർമേഷൻ ഡി എക്സ് എന്നുള്ള ഡിഫോർമേഷൻ, അത്രയും ഡിഫോർമേഷൻ ഉണ്ടാക്കാൻ ആവശ്യമായ വർക്ക് ഡൺ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഇൻ ടു ഡിഫോർമേഷൻ പി ഇൻ ടു ഡി എക്സ്. ഇറ്റ് ഈസ് ദ ഡി യു ഓർ ഇറ്റ് ഈസ് നോൺ ആസ് എലമെൻ്ററി വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് വിഡ്ത്ത് ഡി എക്സ് അണ്ടർ ദ ലോഡ് ഡിഫോർമേഷൻ ഡയഗ്രാം. അത് എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡഡ് ഏരിയ ആയിരിക്കും ലോഡ് ഡിഫോർമേഷൻ. ഈ വർക്ക് ഡൺ മീൻസ് ലോഡ് ഡിഫോർമേഷൻ ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ്. സോ നമ്മൾ ഇത്രയും ഇതായിരിക്കും ഇതിൻ്റെ ഡി യു എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ നമുക്ക് ഈ ഇത്രയും വർക്ക് ഡൺ പോരാ, നമുക്ക് വേണ്ടത് ടോട്ടൽ 0 തൊട്ടിട്ട് ഫൈനൽ ഇപ്പോൾ x1 വരെയാണെങ്കിൽ ഇത്രയും ഡിഫോർമേഷൻ ഉണ്ടാക്കാൻ ആവശ്യമായ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ടോട്ടൽ എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്കിപ്പം കിട്ടിയത് ഈ ഒരു എലമെൻറ്റ് ഇത്രയും ഈ ഷെയ്ഡഡ് ഏരിയൻ്റെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡഡ് ഏരിയ അത്രയും വർക്ക് ഡൺ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമുക്ക് ഇവിടെ തൊട്ടിട്ട് ഈ പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് x1 വരെ വേണമെങ്കിൽ വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ്. സോ ദ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ലോഡ് ഫോർ എ ഡിഫോർമേഷൻ ഓഫ് x1, ഇത്രയും ഡിഫോർമേഷൻ ഉണ്ടാക്കണമെങ്കിൽ യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ് യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to x1 പി ഡി എക്സ്. എലമെൻ്ററി വർക്ക് ഡൺ കണ്ടുപിടിച്ചിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. ദിസ് വിൽ ബി, ഈ വാല്യൂ ഇത് എത്രയാണോ ഇതായിരിക്കും ഇതിൻ്റെ സ്ട്രെയിൻ എനർജി വിച്ച് റിസൾട്ട്സ് ഇൻ ആൻ ഇൻക്രീസ് ഓഫ് സ്ട്രെയിൻ എനർജി ഇൻ ദ റോഡ്. ഓക്കെ, ഈ വർക്ക് ഡണ്ണിനെ കൊണ്ട് ഇതിന് ഇത്രയും കുറച്ച് എനർജി, ഇനീഷ്യലി ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും, ആ എനർജി ഇൻക്രീസ് ആവും. അതിനെയാണ് സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. നൗ സാധാരണ നമ്മൾ ജനറലി കൺസിഡർ ചെയ്യുന്നത് ലീനിയർലി ഇലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇത് നോൺ ലീനിയർ മെറ്റീരിയലാണ്, കർവാണ്. ഇവിടെ സാധാരണ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം, പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഈ ലോഡും ഡിഫോർമേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫോർമേഷൻ ഓർ പി ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു കെ എക്സ് എന്ന് എഴുതാം. ഓക്കെ, സോ പി എന്നുള്ള ലോഡിന് പകരം വി ക്യാൻ റൈറ്റ് സം കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു എക്സ്. സോ ഈ ഇക്വേഷനിൽ ഫോർ എ ലീനിയർ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഇതേപോലത്തെ ഈ ഒരു പാറ്റേണിലാണ് ഡിഫോർമേഷൻ നടക്കുക, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരുന്നതെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ 0 to x ഇൻസ്റ്റെഡ് ഓഫ് പി ഐ ക്യാൻ റൈറ്റ് കെ ഇൻറ്റു എക്സ്, കെ ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് വരും. സോ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ 0 to കെ കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രൽ 0 to x1 കെ ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് വരും. എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ എന്ന് വരും വിത്തിൻ ദ ലിമിറ്റ് 0 to x1. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ കെ ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും, ലിമിറ്റ് 0 to x1. നമ്മൾ x1 വരെയാണ് ഇവിടെ ഫൈനൽ ലിമിറ്റ് x1 വരെയാണ് കൊടുത്തിട്ടുള്ളത്. സോ 0 to x1. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു കെ x1 സ്ക്വയർ എന്ന് വരും. ഇനി കെ എക്സിന് നമുക്ക് പി എന്ന് കൊടുക്കാം. സോ ഇതിന് നമുക്ക് കെ എക്സിന് പകരം പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു പി ഇൻറ്റു x1 എന്ന് വരും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് എഴുതാം, ഹാഫ് ഇൻറ്റു കെ എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഇതിനെ ഹാഫ് ഇൻറ്റു കെ എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ദെൻ കെ എക്സ് ഈസ് നത്തിങ് ബട്ട് പി ആണ്. സോ ഹാഫ് ഇൻറ്റു പി ഇൻറ്റു എക്സ് എന്ന് വരും. സോ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് P1 ആണെങ്കിൽ P1 ഇൻറ്റു x1. ഇവിടെ P1ൻ്റെ ആവശ്യമില്ല, P ആണ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്. സോ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി, ഇത് തന്നെയാണ് സ്ട്രെയിൻ എനർജി. ഇത് എക്സ്റ്റേണലി ഫോഴ്സ് കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്ന വർക്ക് ഡൺ തന്നെയായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ഒരു ഫോഴ്സിനെ കൊണ്ട്, ആക്സിയൽ ഫോഴ്സിനെ കൊണ്ട് ഉണ്ടാക്കുന്ന സ്ട്രെയിൻ എനർജി ഈസ് നത്തിങ് ബട്ട് ഹാഫ് ഇൻറ്റു പി ഇൻറ്റു എക്സ്. സോ ഇവിടെ നമ്മൾ ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ്. സോ നമുക്ക് ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, പി. ഇത് ശരിക്കും ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഇനീഷ്യലി ലോഡ് 0 ആയിരുന്നു, ഫൈനൽ ലോഡ് പി ആണ്. സോ ബൈ 2 ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ പറ്റും. അതായത് ഒരു ആവറേജ് 0 + p/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് ഫോഴ്സ് ആണ്, ആവറേജ് ലോഡാണ്. സോ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എഫ് ആവറേജ്, ആവറേജ് ഫോഴ്സ്, അല്ലെങ്കിൽ പി ആവറേജ്, അല്ലെങ്കിൽ പി ആവറേജ് ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇഫ് ദ ലോഡ് ഈസ് അപ്ലൈഡ് ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണെങ്കിൽ
നമുക്ക് എന്ത് എഴുതാൻ പറ്റും? Strain energy is equal to P average into X, where P average means the actual load, total final load by 2 ആണ്, 0 plus P by 2. സോ അത് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, നിങ്ങൾ ഈ ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക. സ്ട്രെയിൻ എനർജി വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഫോർ എ ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ ഈസ് ഹാഫ് ഇൻറ്റു പി ഇൻറ്റു എക്സ്. എത്രയാണോ ലോഡ് കൊടുക്കുന്നത് ഹാഫ് ഇൻറ്റു ദാറ്റ് ലോഡ് ഇൻറ്റു എത്രയാണോ ടോട്ടൽ ഡിഫോർമേഷൻ, അതാണ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഇത് ആക്സിയൽ ഫോഴ്സിനെ കൊണ്ടുണ്ടാകുന്ന ഒരു ഫോഴ്സിനെ കൊണ്ടുണ്ടാകുന്ന ഡിഫോർമേഷൻ അല്ലെങ്കിൽ വർക്ക് ഡൺ അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജിയാണ് കണ്ടുപിടിച്ചത്. അതിന് പകരം നമുക്കൊരു മൂമെൻറ്റ്, ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണുള്ളത്, ഒരു കപ്പിൾ അല്ലെങ്കിൽ മൂമെൻ്റ് ആണുള്ളത്. അതിനെ കൊണ്ട് ഒരു ആംഗുലർ ഡിഫോർമേഷൻ, ലീനിയർ ഡിഫോർമേഷന് പകരം നേരത്തെ കേസിൽ ലീനിയർ ഡിഫോർമേഷൻ എക്സ് ഉണ്ടായതുപോലെ ഈ ഒരു ഒബ്ജക്റ്റിന് ഒരു റോഡോ എന്ത് വേണമെങ്കിലും ആവാം, ഷാഫ്റ്റോ, അങ്ങനെ എന്തെങ്കിലും ഒരു ആംഗുലർ മൊമെൻറ്റ് കൊടുത്തു. ആ മൊമെൻറ്റിനെ കൊണ്ട് ഒരു ട്വിസ്റ്റ്, തീറ്റ എമൗണ്ട് ട്വിസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇതേ കൺസെപ്റ്റ്, നേരത്തെ നമ്മൾ ആക്സിയൽ ലോഡ് കൊടുത്ത അതേ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇതാണ് ആക്സിയൽ ലോഡ് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു എക്സ് ആണ്, ഹാഫ് പി എക്സ് ആണ്. അതേ കൺസെപ്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു മൊമെൻറ്റ് കൊടുത്ത റൊട്ടേറ്റിംഗ് എഫക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ലോഡിന് പകരം എം എന്ന് എടുക്കണം, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എക്സിന് പകരം ആംഗുലർ ഡിഫോർമേഷൻ തീറ്റ എന്ന് എടുക്കണം, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു തീറ്റ. സെയിം കൺസെപ്റ്റ്. ഫൈനൽ എക്സ്പ്രഷൻ ഫോർ എ ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ, ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ, സ്ട്രേറ്റ് ലൈൻ ഡ്യൂ ഫംഗ്ഷൻ ആണെങ്കിൽ അത് സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ എ കപ്പിൾ മൂവ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു തീറ്റ എന്നാണ് വരിക. നമുക്ക് നോക്കാം. എ കപ്പിൾ മൂവ്മെൻറ്റ് എം ഡസ് വർക്ക് വെൻ ഇറ്റ് അണ്ടർഗോസ് ആൻ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി തീറ്റ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി തീറ്റ അലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ. ഒരു എം കൊടുത്തപ്പോൾ ഒരു ഡിഫോർമേഷൻ. സോ ഒരു സ്മോൾ എലമെൻ്ററി വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത് ഡി യു ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി തീറ്റ. നേരത്തെ എഫ് ഇൻറ്റു ഡി എക്സ് എടുത്ത മാതിരി അല്ലെങ്കിൽ പി ഇൻറ്റു ഡി എക്സ് എടുത്ത മാതിരി ഇവിടെ എം ഇൻറ്റു ഡി തീറ്റ. വർക്ക് ഡൺ ആയതുകൊണ്ടാണ് ഡി യു ഇ എന്ന് കൊടുത്തത്. ഇ മീൻസ് എക്സ്റ്റേണൽ. വർക്ക് ഡൺ എക്സ്റ്റേണൽ ആണ്, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്ന വർക്ക് ഡൺ ആണ്. അതിനി സ്ട്രെയിൻ എനർജി ആണെങ്കിൽ നമ്മൾ ഡി യു ഐ എന്ന് കൊടുക്കും. ഇൻറ്റേർണലി ആണ് സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജനറലായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് ഡി യു എന്ന് എഴുതിയാൽ മതി. ദ വർക്ക് ഡൺ ഡി യു ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി തീറ്റ. ദെൻ ഇതൊരു എലമെൻ്ററി വർക്ക് ഡൺ ആണ്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ വർക്ക് ഡൺ ഫോർ ദിസ് കംപ്ലീറ്റ് തീറ്റ റെവല്യൂഷൻ, തീറ്റ റൊട്ടേഷൻ. So theta angular deformation. So the total work done u is equal to integral 0 to theta m into d theta, or simply u is equal to integral 0 to theta m d theta. നേരത്തെ ചെയ്ത മാതിരി തന്നെ, നേരത്തെ 0 to x1 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്, അവിടെ f ഇൻറ്റു p ഇൻറ്റു x ആയിരുന്നു, ഇവിടെ m ഇൻറ്റു d തീറ്റ ആണ്. ദെൻ ഇഫ് ദ ബോഡി ഈസ് ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ, അതായത് നേരത്തെ പോലെ സ്ട്രേറ്റ് ലോഡ് ഡിഫോർമേഷൻ ഡയഗ്രാം സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ, then the magnitude of the couple moment is increased gradually from 0 to m. Then as in the case of force, the work is equal to half into m theta. നേരത്തെ അതേ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഈ മൊമെൻ്റ് ആണ് വരുന്നതെങ്കിൽ ഹാഫ് ഇൻറ്റു എം തീറ്റ ആയിരിക്കും വർക്ക് ഡൺ ഉണ്ടാവുക. ലീനിയർ ഫോഴ്സ് ആണെങ്കിൽ, ആക്സിയൽ ഫോഴ്സ് ആണെങ്കിൽ ഹാഫ് ഇൻറ്റു ദാറ്റ് ഫോഴ്സ് ഇൻറ്റു ലീനിയർ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും സ്ട്രെയിൻ എനർജി ഉണ്ടാവുക അല്ലെങ്കിൽ വർക്ക് ഡൺ ഉണ്ടാവുക. ഓക്കെ, സോ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ആണെങ്കിൽ ഈ ഒരു ഹാഫ് എടുക്കാൻ മറക്കരുത്, അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഒരു ഹാഫ് വരും ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആംഗുലർ മൂവ്മെൻറ്റ് ഇൻറ്റു ആംഗുലർ ഡിഫോർമേഷൻ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ വർക്ക് ഡൺ ബൈ എ കപ്പിൾ മൂവ്മെൻറ്റ് കിട്ടി. ഇനി ഓൾറെഡി നമ്മൾ സ്ട്രെയിൻ എനർജി ഡിഫൈൻ ചെയ്തതാണ്. ദെൻ ഈ വർക്ക് ഡൺ കണ്ടുപിടിച്ച അതിനെ ബേസ് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മൾ റീഡിഫൈൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. So when the loads are applied to a body, they will deform the material, and provided no energy is lost in the form of heat or friction, the external work done by the loads will be converted into internal work called strain energy. So loss ഒന്നും ഇല്ലെങ്കിൽ ഈ ബോഡീൻ്റെ ഫോഴ്സ് കൊടുക്കുന്ന വർക്ക് ഡൺ ഇതിൻ്റെ ഉള്ളിൽ സ്ട്രെയിൻ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇഫ് ദർ ഈസ് നോ എനർജി ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ഹീറ്റ് എക്സെട്ര. This energy is stored in the body and is caused by the action of either normal or shear stress. സോ ഈ ബോഡി ഈ സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യുന്നത്, ഇവിടെ ഫോഴ്സ് കൊടുക്കുമ്പം ഇതിൻ്റെ മുകളിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഫോഴ്സ് മീൻസ് നമ്മൾ ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ആ സ്ട്രെസ് സാധാരണ രണ്ട് രീതി സ്ട്രെസ് നമുക്കറിയുന്ന പോലെ നോർമൽ സ്ട്രെസ് ആവും അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ആവും. സോ ഫോഴ്സിന് പകരം നമുക്ക് സ്ട്രെസ്സിൻ്റെ ടേംസിലും പറയാം. ഒരു ഒബ്ജക്റ്റിൽ സ്ട്രെസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ, നോർമൽ സ്ട്രെസ്സോ ഷിയർ സ്ട്രെസ്സോ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രെസ്സിനെ കൊണ്ട് വർക്ക് ഡൺ ഉണ്ടാവും. ആ വർക്ക് ഡൺ ഇതിൻ്റെ ഉള്ളിൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ either we can define in terms of external force or സെയിം നമ്മൾ ഫോഴ്സിന് പകരം
സ്ട്രെസ്സിൻ്റെ ടേംസിലും പറയുകയാണെങ്കിൽ സ്ട്രെസ്സ് 2 ടൈപ്പ് സ്ട്രെസ്സിനെ കൊണ്ടും എനർജി സ്റ്റോർ ചെയ്യാം. നോർമൽ സ്ട്രെസ്സിനെ കൊണ്ടും എനർജി സ്റ്റോർ ചെയ്യാം. ഷിയർ സ്ട്രെസ്സിനെ കൊണ്ടും ബോഡീൻ്റെ ഉള്ളിൽ എനർജി സ്റ്റോർ ചെയ്യാം. അതാണ് ഈ ലാസ്റ്റ് ലൈനിനെ കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഓരോ കേസ് സെപ്പറേറ്റ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓരോ കേസായിട്ട് എടുക്കാം. ഫസ്റ്റ് എനർജി സ്റ്റോർ ഡ്യൂ ടു നോർമൽ സ്ട്രെസ്സിനെ കൊണ്ട് എങ്ങനെ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. ഇതാണ് സ്ട്രെയിൻ എനർജീൻ്റെ ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു എക്സ് ആണ്. ഇഫ് ആക്സിയൽ ഫോഴ്സും ലീനിയർ ഡിഫോർമേഷനും ആണെങ്കിൽ, അല്ലെങ്കിൽ മൊമെൻ്റ് ആണെങ്കിൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു തീറ്റയാണ്. ഇതിപ്പോൾ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ടേംസിലാണ്. ഇതേ ഇക്വേഷൻ നമുക്ക് സ്ട്രെസ്സിൻ്റെ ടേംസിൽ, സ്ട്രെസ് യങ്സ് മോഡുലസ് ഇതിൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.